പൗരത്വം എന്തെങ്കിലും തരത്തിൽ ചർച്ചയാകുമ്പോൾ അതിനകത്ത് എന്തായിരിക്കും കോൺഗ്രസ്? ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മൃഗീയ ഭൂരിപക്ഷമുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മൃഗീയ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. ചൂടേറിയ വാദപ്രതിവാദത്തിന് ശേഷം മഹാഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യയെ ഒരു മുതലാളിത്ത രാഷ്ട്രമാക്കാൻ സാധ്യമല്ല. പാകിസ്ഥാൻ ഉണ്ടായെങ്കിലും, മതത്തിൻ്റെ പേരിൽ പാകിസ്ഥാൻ ഉണ്ടായെങ്കിലും, ഇന്ത്യ എന്ന് പറഞ്ഞാൽ, ഭാരതം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ ജനിച്ച എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ജാതിഭേദം, മതഭേദം, ഭാഷാ വ്യത്യാസം, വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ ജനിച്ച എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, തുല്യ അവകാശപ്പെട്ടതാണ് എന്നൊരു ഭരണഘടന ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. അതാണ് ചരിത്രമെങ്കിൽ ആ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ നോക്കി ഇങ്ങനെ ചോദ്യം എൻ്റെ സുഹൃത്ത് ചോദിക്കാൻ പാടില്ലായിരുന്നു. മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പൗരത്വത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ചോദ്യം ചെയ്യുന്ന ഈ നിയമം ഇന്ത്യയുടെ സുപ്രീം കോടതി അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഈ പൗരത്വ ബില്ല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ ബില്ല് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു സുപ്രീം കോടതി തന്നെ ഈ ബില്ല് അസാധുവാക്കുമെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ പൗരത്വ ബില്ല് ചവറ്റുകൊട്ടയിലെറിയും, പൗരത്വ ബില്ല് റദ്ദ് ചെയ്യും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് പോകുന്നു. എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കും, അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഞാൻ തിരുവനന്തപുരത്തെ KPCC ആഫീസ് കേന്ദ്രീകരിച്ചിട്ടാണ് എൻ്റെ പ്രചരണം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ആകെ ഞാൻ തിരുവനന്തപുരം വിട്ട് പോയത് തൃക്കാക്കര ബൈ ഇലക്ഷനിലും പുതുപ്പള്ളി ഇലക്ഷനും മാത്രമാണ്. ഇലക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഡു ഓർ ഡൈ ഇലക്ഷനാണ്. ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥികളുടെ നോമിനേഷനെല്ലാം കഴിഞ്ഞിട്ട് KPCCയുടെ പ്രചരണ വിഭാഗം നിശ്ചയിക്കുന്ന ദിവസം വിശദമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും അത് പറയാൻ തയ്യാറാണ്.